ബീഹാറിൽ എൻഡിഎ മന്ത്രിസഭ വൈകിട്ട് അധികാരമേറ്റെടുക്കും. മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനോടൊപ്പം 9 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. സാമ്രാട്ട് ചൗധരിയും വിജയ് സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാരാകുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. इस्तीफा दे दिया तो वही सब लोगों की राय, अपने पार्टी के लोगों की राय, चारों तरफ से राय आ रही थी, तो हमने सब लोगों की बात को सुन लिया। तो इसीलिए आज हमने इस्तीफा दे दिया। अब ये जो भी सरकार थी वो समाप्त कर दिया गया। अभी हम जो पहले गठबंधन को छोड़ के नए गठबंधन बनाए थे, और जो नया गठबंधन 1.5 महीना से बनाए थे, 1.5 साल से, तो यहाँ पर भी जो स्थिति इधर आकर के ठीक नहीं लगी है। हमने भाजपा, जदयू, सभी एनडीए के मित्र पक्ष मिलकर एनडीए की सरकार बिहार में बनाई जाए। बिहार वासियों के हित के लिए ये सरकार बने और भारतीय जनता पार्टी के विधायक दल के नेता के नाते सम्राट चौधरी जी का चयन किया गया और उपनेता के नाते श्रीमान विजय सिन्हा जी का चयन किया गया है। आज भारतीय जनता पार्टी ने मेरे जीवन के लिए एक ऐतिहासिक कार्य किया कि बिहार के विकास के लिए और लालू प्रसाद जी के आतंक को समाप्त करने के लिए जो जनमत 2020 में हम लोगों को मिला था, उसको फिर से एनडीए के रूप में स्थापित करना और बिहार में जंगल राज नहीं बन सके और देश के यशस्वी प्रधानमंत्री जी के नेतृत्व में 2024 में 40 की 40 सीट जिताकर बिहार से देने का संकल्प भी हम लोगों ने लिया है। കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ കൂടി ചേർന്നുണ്ട്. നന്ദൻ, ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായൊരു ചുവടുവെപ്പ് കൂടിയായി മാറുകയാണ്. എപ്പോഴായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുക? വിഷ്ണു, ഇന്ന് വൈകിട്ട് തന്നെ ബീഹാറിൻ്റെ 23ാമത്തെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. കൂട്ടത്തിൽ 2 ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടാകും. BJPയുടെ വിജയ് സിൻഹയും അതേപോലെ തന്നെ സാമ്രാട്ട് ചൗധരി എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഒപ്പം 9 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും ഇന്ന് വൈകിട്ട് തന്നെ നടക്കുമെന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബീഹാർ കേന്ദ്രീകരിച്ച് അതേപോലെ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് വളരെ തിരക്കിട്ട ചർച്ചകളും അതേപോലെ തന്നെ നീക്കങ്ങളുമായിരുന്നു. അതിനൊടുവിൽ ഇന്ന് രാജിവെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കും കടക്കുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം എന്നുള്ളത്. ഏതായാലും NDA ബന്ധം ഉപേക്ഷിച്ചാണ് ഇപ്പോൾ വീണ്ടും 2022 ഓഗസ്റ്റിൽ NDA ബന്ധം ഉപേക്ഷിച്ച് പോയ നിതീഷ് കുമാർ ഇപ്പോൾ വീണ്ടും ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും NDA ബന്ധത്തിനൊപ്പം അല്ലെങ്കിൽ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, ഇത് ഏറ്റവും വലിയ തകർച്ച, INDA മുന്നണിയുടെ തകർച്ച കൂടിയാണ് ഈ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിലൂടെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലത്തെ കഴിക്കോൽ പോലും ഊരി വീഴുന്ന അവസ്ഥ, അതായത് ഹിന്ദി ഹൃദയഭൂമിയിലും അതേപോലെ തന്നെ കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ NDA മുന്നണി തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിതീഷ് കുമാറിൻ്റെ ഈ സത്യപ്രതിജ്ഞ എന്നുള്ളത്. INDA മുന്നണി ആദ്യമായി രൂപീകരിച്ചത് പട്നയിൽ, ബീഹാറിൻ്റെ തലസ്ഥാനമായ പട്നയിലാണ്. ആ പട്നയിൽ നിതീഷ് കുമാറാണ് ഇതിന് ആദ്യം അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട് ഇത്തരമൊരു മുന്നണിക്ക് രൂപം നൽകിയത്. മാത്രമല്ല, ചെറുതും വലുതുമായ 28 പാർട്ടികളെ ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരുവാൻ അഹോരാത്രം പ്രയത്നിച്ച വ്യക്തിയും നിതീഷ് കുമാറാണ്. ആ നിതീഷ് കുമാറാണ് ഇപ്പോൾ ഈ INDA മുന്നണി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ NDAയുടെ ഭാഗമായി വരുന്നത്. തീർച്ചയായിട്ടും വലിയ തകർച്ച തന്നെ നേരിടുന്നു എന്നുള്ളതിൻ്റെ പരമോദാഹരണം കൂടിയാണ്. അതിനുശേഷം രണ്ടാമത്തെ, അതായത് ഇതുവരെയായിട്ടും INDA മുന്നണി 5 യോഗങ്ങൾ മാത്രമാണ് ചേർന്നത്. ഈ 5 യോഗങ്ങളിലും പല കാര്യങ്ങളിലും സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കടുത്ത ഭിന്നത നേരിടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടത്. പ്രത്യേകിച്ച് ആ മുന്നണിയിലേക്ക് ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് അധ്യക്ഷനെ കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ ആരെ ഉയർത്തിക്കാട്ടുമെന്നുള്ള അനിശ്ചിതത്വം, ഇങ്ങനെ 2 പ്രശ്നങ്ങൾ മുന്നണിയിൽ നിലനിന്നിരുന്നു. അതിനുപോലും ഒരു സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് സീറ്റ് വിഭജന ചർച്ചയിലേക്ക് വന്നപ്പോൾ മുന്നണിയിലാകെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ ഭിന്നിപ്പ്, അത് പല ചർച്ചകൾ നടന്നു. ആ ഭിന്നിപ്പുകളൊന്നും തന്നെ, ആ വിടവുകൾ നികത്തുവാൻ ആ ചർച്ചകൾക്ക് കഴിഞ്ഞില്ല. ഒരു
സമവായത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഈ ബീഹാറിലെ പ്രശ്നങ്ങൾ പുറപ്പെട്ടു. അതിന് പിന്നാലെ ഈ ബീഹാറിൽ ഇങ്ങനെ ഇത്തരം വലിയ വിഷയങ്ങൾ ഉണ്ടായതിന് പിന്നാലെ സീറ്റ് വിഭജന ചർച്ചകൾ വന്നു. അതേപോലെ തന്നെ മുന്നണിയിലാകെ പ്രശ്നങ്ങൾ ബീഹാറിൽ തന്നെ ഉടലെടുത്തു. ഇതിന് ശേഷമാണ് എന്ത് വേണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിതീഷ് കുമാർ മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ആ ഒരു തീരുമാനമാണ് ഈ ഏതാണ്ട് ചുരുങ്ങിയ നാളെങ്കിലും ഉണ്ടായിരുന്ന INDA മുന്നണി സഖ്യം കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് NDAയ്ക്കൊപ്പം BJPക്കൊപ്പം ചേരുക എന്നുള്ളൊരു നിലപാട് ബാക്കിയുള്ളവർ കൂടി സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പൊതു തീരുമാനമെന്ന നിലയിൽ നിതീഷ് കുമാർ ഇന്ന് രാജിക്കത്ത് നൽകിയതും പിന്നീട് ഇപ്പോൾ NDAയുടെ ഭാഗമാകുവാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് നിതീഷ് കുമാർ പോകുമെന്ന് തങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയത്. എന്നാൽ അതിനു മുമ്പൊന്നും കോൺഗ്രസിനോ അല്ലെങ്കിൽ ഈ മുന്നണിയിലെ നേതാക്കന്മാരോ ഒന്നും നിതീഷ് കുമാറിനെതിരെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. പലതവണ നിതീഷ് കുമാറിന് പല വാഗ്ദാനങ്ങൾ നൽകി ഈ മുന്നണിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതീഷ് കുമാറിനെ കൊണ്ടുവരുവാൻ വേണ്ടി വെർച്വലായി ചേർന്ന 5ാമത്തെ യോഗത്തിൽ തീരുമാനമുണ്ടായി. എന്നാൽ നിതീഷ് കുമാർ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് AICC പ്രസിഡന്റിന് ഈ സ്ഥാനത്തേക്ക് എത്തിയ മല്ലികാർജ്ജുന ഖാർഗെ ഈ സ്ഥാനത്തേക്ക് എത്തിയതും അതിനുശേഷമാണ്. ഏതായാലും നിതീഷ് കുമാർ തന്നെയാണ് ഈ മുന്നണി രൂപീകരിച്ചത്. ഈ മുന്നണിയുടെ പതനവും ഇപ്പോൾ നിതീഷ് കുമാറിലൂടെ തന്നെ നടക്കാൻ പോകുന്നു. അതിൻ്റെ നേർസാക്ഷ്യം ഇന്ന് വൈകിട്ടുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിഷ്ണു, നന്ദൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് ഇനി ആയുസില്ല എന്ന് തന്നെ ഉറപ്പിച്ച് തന്നെ പറയാം. ഒരുപക്ഷെ നമുക്കറിയാം ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ നിലവിൽ ഈയൊരു വിജയം NDAയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൂടുതൽ ശക്തി പകരുന്നത് കൂടിയല്ലേ? വിഷ്ണു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് NDA മുന്നണിയുടെ ഉത്തരത്തിലെ അവസാന കഴിക്കോലും ഇന്ന് ഊരി വീഴുകയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ വളരെ പ്രകടമായ ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അവിടെ സഖ്യത്തിന് യാതൊരുവിധ സാധ്യതയുമില്ല, അല്ലെങ്കിൽ സഖ്യത്തിന് അവിടെ പ്രാധാന്യമില്ലാതായിരിക്കുന്നു. അവിടെ കോൺഗ്രസും CPM-ഉം ചേർന്നായിരിക്കും മമതയ്ക്കെതിരെ മത്സരിക്കുന്നത്. ഒപ്പം തന്നെ പഞ്ചാബിലേക്ക് വരുമ്പോൾ അവിടെയും മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഡൽഹിയിലും സമാന അവസ്ഥയുണ്ടാകുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സീറ്റ് വിഭജന വിഷയത്തിൽ ഒരു അസ്വാരസ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. പല ചർച്ചകൾ അതിനെ ചൊല്ലി നടന്നു. ആ ചർച്ചകളൊന്നും തന്നെ രമ്യതയിലേക്ക് എത്തുന്നില്ല. അതിലൊരു സമവായം ഉണ്ടാക്കുവാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. അങ്ങനെ മുന്നണിയിലാകെ വലിയ കടുത്ത ഭിന്നത നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ സമാജ്വാദി പാർട്ടി അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള ചില സൂചനകൾ ഇതിനോടകം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ മുന്നണിയിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നു, പരസ്പരം പോരടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരു തരത്തിലുമുള്ള സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിലായി ഈ മമതയുടെ പ്രതികരണം വന്ന ശേഷം AICCയുടെ നേതാവ് പ്രധാനമായും KC വേണുഗോപാൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിഷയമുണ്ടെങ്കിൽ അത് മമതയുമായി പറഞ്ഞ് പരിഹരിക്കുമെന്നുള്ളതാണ്. എന്നാൽ KC വേണുഗോപാലിൻ്റെ പ്രതികരണം വന്ന് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുന്നു. എന്നാൽ ഇത് തുടർ ചർച്ചകൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ അത്തരം തുടർ ചർച്ചകൾക്കുള്ള സാധ്യതകൾ പോലും മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ തന്നെ ഈ മുന്നണി സംവിധാനം, പ്രതിപക്ഷ മുന്നണി സംവിധാനമാകെ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് നിതീഷ് കുമാർ. അതായത് ഇതിൻ്റെ തലതൊട്ടപ്പനായ നിതീഷ് കുമാർ തന്നെ രാജിവെക്കുന്ന ഒരു സാഹചര്യം, ഈ മുന്നണി ബന്ധം ഉപേക്ഷിക്കുന്ന സാഹചര്യം, ഇതെല്ലാം ഈ ഒരു മുന്നണിയുടെ പതനം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പോലും ഈ ഒരു മുന്നണി സംവിധാനം ഉണ്ടായില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഒരു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ രാജിയോടുകൂടി വ്യക്തമായിരിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. ബീഹാറിൽ NDA മന്ത്രിസഭ വൈകിട്ട് അധികാരമേറ്റെടുക്കും. മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനോടൊപ്പം 9 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. സാമ്രാജ് ചൗധരിയും വിജയ് സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാർ. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള പ്രമുഖരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും.